അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. തബ്ഷീർ എന്ന് പറയുന്ന ഹുദവിക്ക് പഠിക്കുന്ന പൊന്നു വിദ്യാർത്ഥി 10 വർഷം തൻ്റെ പഠനം പൂർത്തീകരിച്ച് അവസാനം വർഷത്തിലാണ്. ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് ഒരു ഹുദവി കുട്ടി എന്ന് പറയുന്നത്. അവിടെ ഒന്നു പഠിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പോയി, കാരണം അത്ര മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ കിട്ടുന്ന അവസരമാണ്. പഠിക്കാൻ തന്നെ ഒരുപാട് അധ്വാനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച അവസാനം അല്ലാഹുവിൻ്റെ വിധി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. ആ മാതാപിതാക്കൾക്ക് ഇതൊരു ക്ഷമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോ. ഒമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഒരുത്തനും അറിയില്ല ഏത് പ്രായത്തിൽ എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന്. ഇത്തരത്തിലുള്ള മരണവാർത്തകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു മുന്നറിയിപ്പാണ്. നാം അള്ളാഹുവിലേക്ക് ഒരുങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എപ്പോൾ മരിക്കുമെന്നറിയില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തബ്ഷീർ എന്ന് പറയുന്ന 23 വർഷം മാത്രം പ്രായമുള്ള മിത്തൂർ, അതായത് ബജ്പേയിലെ അബ്ദുൽ ഹമീദ്, അദ്ദേഹത്തിൻ്റെ പൊന്നുമകൻ PGക്ക് പഠിക്കുന്ന അവസാനം പഠിച്ച് പഠനം പൂർത്തീകരിച്ച് സേവന രംഗത്തിലേക്ക് ഇറങ്ങേണ്ട പൊന്നു വിദ്യാർത്ഥി. എൻ്റെ പ്രിയപ്പെട്ടവർ, ആ കുടുംബത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു തൻ്റെ മകൻ്റെ ആ കഴിവ് പ്രകടനമൊക്കെ, അല്ലേ? ആ മാതാപിതാക്കൾ അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ ഒന്ന് പഠിച്ച് ഒന്ന് കുടുംബത്തോടു കൂടി സന്തോഷത്തിൽ കഴിയേണ്ട, കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ട ഒരു പൊന്നു വിദ്യാർത്ഥി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ദാറുൽ ഹുദയിൽ PGക്ക് പഠിക്കുന്ന തബ്ഷീറിൻ്റെ ഈ മരണവാർത്തം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നും താങ്ങാൻ പറ്റാത്തതാണ്. യാ അല്ലാഹ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നു വിദ്യാർത്ഥിക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. ആ ഹുദവി ഉസ്താദിൻ്റെ ഖബർ അല്ലാഹു വിശാലമാക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പൊന്നു വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട മകൻ ഹുദവിക്ക് വേണ്ടി പഠിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം, പഠനം പൂർത്തീകരിക്കാൻ, നല്ല നിലക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. പെട്ടെന്ന് ഓർമ്മ വന്നു, നാം ആ പൊന്നു മക്കളെ കൊണ്ടുപോയി അവിടെ ചേർക്കുമ്പോൾ അന്ന് രാത്രി, ആ ആദ്യ രാത്രി നമ്മുടെ മക്കളെ വേർപിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടമുണ്ട്. അതുവരേക്കും പൊന്നു വിദ്യാർത്ഥികൾ 12 വയസ്സാകുമ്പോഴാണ് ഈ ഹുദവിലേക്ക് ആ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുന്നത്. ആ ഉമ്മ ആ വിട്ടുവരുന്ന ഒരു സന്ദർഭം, ആ സങ്കടം, മകനിങ്ങനെ ഒറ്റക്കാക്കി വരുന്ന ആ സന്ദർഭമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും നമുക്ക് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ ആ സങ്കടവും ദുഃഖവും, ആ എത്ര ഉമ്മ സഹിച്ചു, ആ വിഷമം, ആ സങ്കടം, ആ ദുഃഖം എല്ലാം സഹിച്ചത് എൻ്റെ മകൻ ഒരു ഹുദവി കുട്ടിയായി വരണം, അത് കണ്ണിറയണം എന്ന വലിയ ആഗ്രഹത്തിലാണല്ലോ ആ പൊന്നുമകനെ പഠിപ്പിച്ചത്. തബ്ഷീർ എന്ന് പറയുന്ന ആ പൊന്നു വിദ്യാർത്ഥി പഠനം പൂർത്തീകരിച്ചു. ഇനി ഏതായാലും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് പൂർത്തീകരിച്ച് എൻ്റെ പൊന്നുമകനെ കണ്ണിറയെ ഒന്ന് കാണണം. എൻ്റെ ഈ ഒരു ക്ഷമ, സബർ, അല്ലേ? ആ മക്കളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി വിട്ടുപെടുന്ന ആ സന്ദർഭമുണ്ട്. മക്കളെ നാട്ടിലേക്ക് വരുമല്ലോ, നാട്ടിലേക്ക് വന്ന് തിരിച്ചു വീണ്ടും പോകുമ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ട്, കാരണം നാട്ടിലേക്ക് വരുന്ന ദിവസവും പോകേണ്ട ദിവസം വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കും സ്ഥാപനത്തിന്, ഇന്ന ദിവസത്താണ് വരേണ്ടത്, കുട്ടികളെ കൊണ്ടുപോകേണ്ടത്, ഇന്ന ദിവസത്ത് കൊണ്ടു ചേർക്കണമെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു ആദ്യം, കാരണം കൊണ്ടുപോകേണ്ടത് മാത്രം അറിയിച്ചെങ്കിൽ നന്നായിരുന്നു. കാരണം കൊണ്ടുവിടേണ്ട ആ ദിവസം അതിലിങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അത്രത്തോളം മാതാപിതാക്കൾക്ക് സങ്കടമാണ്. കാരണം കൃത്യനിഷ്ഠിതം ആ സ്ഥാപനം അങ്ങനെ അറിയിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മുമ്പായി തന്നെ എന്തെങ്കിലും കുട്ടികളെ കുടുംബ വീട്ടിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് അതിനേക്കുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. അത് അത്തരത്തിലുള്ള മെസ്സേജ് വളരെ നല്ല മെസ്സേജാണ്. അങ്ങനെ തന്നെ അയക്കണം. അങ്ങനെ അയച്ചാൽ തന്നെയാണ് നമുക്ക് ഒരു കൃത്യനിഷ്ഠത പാലിക്കാൻ പറ്റുന്നുള്ളൂ. എന്നാലും അതുപോലും സങ്കടമാകുന്നുവെങ്കിൽ ആ ഉമ്മയുടെ വിഷമം എത്ര നോക്ക്, ആ ഉമ്മമാർക്ക് എത്ര സങ്കടമുണ്ടല്ലേ. ആ പൊന്നു വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നത് മാത്രം അറിയിച്ചാൽ മതി, കൊണ്ടുപോകുന്നതൊന്നും അറിയിക്കേണ്ടതില്ലായിരുന്നു. എനിക്ക് ഈ കൊണ്ടുപോകുന്നതിനെ അതിനെ വായിക്കുമ്പോൾ തന്നെ സങ്കടമാകുന്നു. കാരണം അത് കൊണ്ടുപോയി വിട്ട് ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പൊന്നുമകൻ ഇപ്പോൾ ദാറുൽ ഹുദയിൽ പോയി PG പൂർത്തീകരിച്ച് ആ നാട്ടിലേക്ക് മടങ്ങി വന്ന് ആ കണ്ണിറയെ മകനെ കാണേണ്ട ആ ഉമ്മ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ഈ മരണവാർത്ത. ആ വിദ്യാർത്ഥിക്ക് കുറച്ച് പനിയൊക്കെ ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. പെട്ടെന്നാണ് ഈ മരണവാർത്ത കേൾക്കുന്നത്. ഗുരുതരമായ ഒരു അവസ്ഥയിലായിരുന്നു. ഒരുപാട് ആളുകൾ ദുആ ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് പണ്ഡിതന്മാരുടെയൊക്കെ ദുആ ആ വിദ്യാർത്ഥിക്ക്
കാരണം സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരുപാട് ആളുകൾ തീർച്ചയായും വലിയ ഒരു ഭാഗ്യമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. അതിലെന്തോ ഹൈറോ ഉണ്ട്, അത് നമുക്കറിയില്ല. എന്താവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടിയും അതുപോലെ ആ വിദ്യാർത്ഥിയുടെ ആ ഹുദവി കുട്ടിയുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിനുമാക്കട്ടെ. കുടുംബത്തിന് ഒരു പരീക്ഷണം താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള മരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് ചെറുതോ വലുതോ പ്രായമുള്ളവനോ പണ്ഡിതനോ അല്ല മുത്തഅല്ലിമോ വിദ്യാർത്ഥിയോ ഒന്നുമില്ല. എപ്പോഴും ഓടി വരാം, എപ്പോഴും വന്നേക്കാം. അതുകൊണ്ട് എന്നും എപ്പോഴും ഏത് സമയവും ഏത് നിമിഷവും നാം അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നാണ്. നാം അതിനു വേണ്ടി ഒരുങ്ങാതെ അവസാനം നമ്മുടെ റൂഹ് പിടിക്കാൻ അസ്രായേൽ വരുന്ന സമയത്ത് ഒരു രംഗമുണ്ട്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ. ഒരു ചെറിയ അവധി പിന്തിച്ചിരുന്നുവെങ്കിൽ, ചെറിയ ഒരു അവധി പിന്തിക്കണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയം അങ്ങനെ ഒരു അവസ്ഥ വരാതെ വളരെ സന്തോഷത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കി പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിലും സ്വാലിഹീങ്ങളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കടം കൊണ്ട് അവിടുത്തെ സ്ഥാപനയുടെ ഉസ്താദന്മാർ, കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. ആ കുട്ടി ആശുപത്രിയിൽ വലിയ പ്രയാസത്തിലിരിക്കുമ്പോൾ മെസ്സേജുകൾ ഇങ്ങനെ തുടരമായി വരുന്നുണ്ടായിരുന്നു. കാരണം കുട്ടീൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ ദുആ ചെയ്തു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ആ വിദ്യാർത്ഥിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിക്കുകയും അതുപോലെ എല്ലാ പള്ളികൾ മയ്യത്ത് നിസ്കരിക്കും പ്രത്യേകിച്ച് ദ്വായിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക. സമയ സൗകര്യമുള്ളവരൊക്കെ ഒരു ഫാത്തിഹയെങ്കിലും ആ വിദ്യാർത്ഥിക്ക് വേണ്ടി അദിയ ചെയ്യണം. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.